everyone, welcome to G1 CUT. It's me and Nafi. എല്ലാവർക്കും മക്കളെ G1 CUT ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ CUT എക്സാമിന്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. പല കുട്ടികളുടെയും ഡൗട്ടാണ് CUT എക്സാമിന് നമ്മൾ CUT എക്സാം ക്രാക്ക് ചെയ്തിട്ട് നമ്മൾ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ നമുക്ക് സ്കോളർഷിപ്പ് ഉണ്ടാവുമോ, അതിന്റെ ഫീസ് സ്ട്രക്ചറും കാര്യങ്ങളും എത്രയാണ്, ഓരോ സെമ്മിൽ എത്ര ഫീസ് ആവും, അങ്ങനത്തെ പല ഡൗട്ടുകളും കുട്ടികൾക്കുണ്ട്. അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാനാണ് വന്നിട്ടുള്ളത്. ഇത്ര അപ്ഡേറ്റ്സ് ആണ് നമ്മുടെ പേജ് ഒന്ന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തോ. അപ്പോൾ നമുക്ക് ഒരു 3 യൂണിവേഴ്സിറ്റീസ് ഒന്ന് കമ്പയർ ചെയ്യാം. ഒന്ന് ഡൽഹി യൂണിവേഴ്സിറ്റി, രണ്ടാമത് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, മൂന്നാമത്തത് യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ്. നമ്മളിതിന് മൂന്നിനും ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാം. ഓൾമോസ്റ്റ് ഇന്ത്യയിൽ എല്ലായിടത്തും ഏകദേശം ഒരു ഫീസ് സ്ട്രക്ചർ തന്നെയാണ് വരിക. നമ്മൾ 3 യൂണിവേഴ്സിറ്റിയാണ് കമ്പാരിസൺ എടുത്തത്. ഫസ്റ്റ് നമുക്ക് എക്സാം ഫീസ് എല്ലാത്തിനും ഒരു 800 to 1000 റേഞ്ചിലാണ് വരിക. രണ്ടാമത് നമ്മൾ യൂണിവേഴ്സിറ്റി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അറൗണ്ട് 100 to 500 റേഞ്ചിലേക്ക് വരും. ശ്രദ്ധിക്കണേ, 100 മുതൽ 500 രൂപ വരെ, അത് ഓരോ യൂണിവേഴ്സിറ്റി ഡിഫറൻറ്റ് ആണ്, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. 100 മുതൽ 500 രൂപ വരെയാണ് ഓരോ യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ ഫീ. പിന്നെ നമ്മൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹിയിൽ ഓരോ വർഷവും 10,000 to 40,000 ആണെന്ത് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അവിടുത്തെ അക്കാഡമിക് ഫീ ഓരോ കൊല്ലത്തേക്കും വരുന്നത്. പിന്നെ നമുക്ക് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ആണെങ്കിൽ 3,000 to 6,000 ആണ്. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ 24,000 to 40,000 ആണ്. അത് ഇൻക്ലൂഡിങ് ഓൾ അക്കാഡമിക് എക്സ്പെൻസ് ആട്ടോ, അക്കാഡമിക് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസ് ആണ് വരുന്നത്. പക്ഷേ ഹോസ്റ്റൽ നമുക്ക് ഇത് വേറെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായതുകൊണ്ട് നമുക്ക് അവിടെ ഹോസ്റ്റലിൽ താമസിക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. നമ്മുടെ ഡൽഹി യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽ ഫീസ് ഇറങ്ങിയ ഏകദേശം 15,000 to 30,000 വരും. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി 3,000 to 5,000 ആണ്. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി വരുന്നത് ഒരു 3,500 to 5,000 ആണ്. ഇത് അവരുടെ ഹോസ്റ്റൽ റെൻ്റ് ആണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, PG പേയിങ് ഗസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ കൂട്ടമായിട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട്സിന് എല്ലാവരും പുറത്ത് റൂം എടുക്കുക, അങ്ങനെ സെറ്റപ്പ് ഒക്കെ അവിടെയുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഹോസ്റ്റലിൽ കോഷൻ ഡെപ്പോസിറ്റ് നമ്മൾ കൊടുക്കണം. ഈ കോഷൻ ഡെപ്പോസിറ്റ് റീഫണ്ടബിൾ ആട്ടോ. അതായത് നമ്മളിപ്പോൾ ഈ ഹോസ്റ്റലൊക്കെ താമസിക്കുമ്പോൾ നമ്മൾ കാരണം അവിടുത്തെ എന്തെങ്കിലും ഫർണിച്ചറിനോ ലൈറ്റിനോ ഫാനൊക്കെ പ്രശ്നം വരികയാണെങ്കിൽ അത് ഒന്ന് തിരിച്ച് കിട്ടാനുള്ളൊരു ഇതാണത്. റീഫണ്ടബിൾ ആയിട്ടുള്ള കോഷൻ ഡെപ്പോസിറ്റ് ഉണ്ട്. പിന്നെ മെസ് ഫീസ്, നമുക്ക് ഫുഡിന് ഭയങ്കര ഒരു കോസ്റ്റ് വരുന്നുണ്ട്. അതായത് ഡൽഹി യൂണിവേഴ്സിറ്റി 18,000 to 30,000 ആണ്. ബനാറസിൽ 24,000 to 36,000 ആണ്. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി 19,000 to 26,000 ആണ് വരുന്നത്. പിന്നെ ഒക്കെ കൂടി കൂട്ടുമ്പോൾ ഈ ഒരു ചാർജാണ് അവിടെ വരിക. അപ്പോൾ ഏകദേശം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഡൽഹി യൂണിവേഴ്സിറ്റി പഠിക്കുകയാണെങ്കിൽ ഒരു ഗ്രാജുവേഷൻ കോഴ്സ് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ ഒരു 1.5 to 3.5 lakh വരും. ബനാറസ് ആണെങ്കിൽ 1 lakh to 1.8 lakh വരും. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി 1 to 2 lakh എന്ന് വെച്ചാൽ അറൗണ്ട് ഒരു ആവറേജ് നമുക്ക് എന്തെടുക്കാം, ഒരു 3 lakh ഒരു എക്സ്പെൻസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൂടെ ഒരു 3 ലക്ഷം എന്ത് ചെയ്യുന്നുണ്ട്, 3 കൊല്ലത്തേക്കും കൂടി എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ നമ്മുടെ എവിടെ വരുന്നുണ്ട്, നമ്മുടെ ഓരോ യൂണിവേഴ്സിറ്റിയിൽ എന്ത് ചെയ്യും, അറൗണ്ട് ഒരു 3 lakh 3 ലക്ഷത്തോളം രൂപ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഒരു ആവറേജ് ഫീസായിട്ട് നമുക്ക് കണക്കാക്കാം, ഒരു എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കാം. 3 ലക്ഷത്തോളം രൂപ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ചിലപ്പോൾ നമ്മുടെ ഒരു CUT എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുമ്പോൾ അത് ഈ ഒരു 3 കൊല്ലത്തേക്ക് അല്ലെങ്കിൽ 4 കൊല്ലത്തേക്ക് കൂടി എന്ത് ചെയ്യുന്ന അറൗണ്ട് ചിലവാകുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഓവർകം നമുക്ക് സ്കോളർഷിപ്പുകൾ എന്തെങ്കിലും ഉണ്ടോ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണേ, സെൻട്രൽ സെക്ടർ സ്കീം സ്കോളർഷിപ്പ് ഫോർ കോളേജ് ആൻഡ് യൂണിവേഴ്സിറ്റി CSSS എന്ന് പറഞ്ഞൊരു സ്കോളർഷിപ്പ് ഉണ്ട്. അതായത് നമുക്ക് ക്ലാസ് 12 നമ്മുടെ 12ാം ക്ലാസ് അല്ലെങ്കിൽ +2ൻ്റെ മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു സ്കോളർഷിപ്പ് ഇതെന്താണ് CUT തരുന്ന സ്കോളർഷിപ്പ് അല്ല, ഇത് ബോർഡ് ബേസ് ആണ്. നമുക്ക് എന്ത് ചെയ്യാം, +2 മാർക്കിന് ബേസ് ചെയ്ത് നമുക്കൊരു സ്കോളർഷിപ്പ് ഉണ്ട്. അതാണ് എന്ത് CSSS എന്ന് പറയുന്നത്. അത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ +2 മാർക്കിന് ബേസ് നമുക്ക് അപ്ലൈ ചെയ്ത് നമുക്ക് സ്കോളർഷിപ്പ് കിട്ടും. പിന്നെ ഉള്ളത് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യം, ഈ ഒരു സ്കോളർഷിപ്പ് തന്നെയാണ് മെയിൻ ആയിട്ട് നമുക്ക് കേരള ബോർഡിലുള്ള ആളുകൾക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ ഒരു കാര്യങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഈ ഒരു പിന്നെ സ്കോളർഷിപ്പ് നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് ചില ക്രൈറ്റീരിയാസ് ഉണ്ട്. ഒന്ന് എന്താടാ, നമ്മൾ ഈ ഒരു റെഗുലറായിട്ട് CUT ചെയ്തിട്ട് റെഗുലറായിട്ട് BA BSc BCom അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഹോണേഴ്സ് ആയിട്ട് ഏതെങ്കിലും കോഴ്സ് നമ്മൾ പഠിച്ചിരിക്കണം. അതിൽ നിങ്ങൾ UGC റെക്കഗ്നിഷൻ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഈ ഒരു സ്കോളർഷിപ്പാണ് നിങ്ങൾക്ക് CUT എഴുതി കഴിഞ്ഞാൽ കിട്ടാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കോളർഷിപ്പ് എന്ന് പറയാം. ആ സ്കോളർഷിപ്പ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ BA BSc BCom ആയിട്ടുള്ള കോഴ്സ് പഠിക്കണം. UGCയുടെ അണ്ടറിലുള്ള ഒരു റെക്കഗ്നിഷൻ കോഴ്സ് ആയിരിക്കണം. ഡിസ്റ്റൻസോ ഓപ്പണോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിൽ പറ്റില്ല. പിന്നെ ഫാമിലി ഇൻകം എന്തായിരിക്കണം, 4.5 lakhനേക്കാളും ആനുവൽ ഇൻകം 4.5 lakhനേക്കാളും കുറവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇൻകം സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യണം, ഇതിന് റിക്വയർഡ് ആണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കണേ, പിന്നെ വേറെ ഏതെങ്കിലും സ്കോളർഷിപ്പ് ലഭിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ CSS സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അതായത് CSS സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് വേറെ സ്കോളർഷിപ്പ് ഒന്നും ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, ഉറപ്പ് വരുത്തണം. അത് മാത്രമല്ല, ഇത് നിങ്ങൾക്ക് ജനറൽ OBC SC ST എല്ലാ കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇത് സ്കോളർഷിപ്പിന് എമൗണ്ട് വരെ എത്രയാണെന്ന് വെച്ചാൽ ഓരോ വർഷവും, അതായത് ഫസ്റ്റ് ഇയർ മുതൽ 3rd ഇയർ ഉള്ള ഓരോ കൊല്ലവും അറൗണ്ട് 12,000. അതേപോലെ തന്നെ ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് ആണെങ്കിൽ, ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ 4th ഇയറിലും 5th ഇയറിലും ഓരോ ഇയറിലും 20,000 വെച്ച് നിങ്ങൾക്ക് എന്ത് കിട്ടും, സ്കോളർഷിപ്പ് കിട്ടും. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ട് നിങ്ങൾക്കുള്ള ഒരു സ്കോളർഷിപ്പ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം, അടുത്തതാണ് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് ഉണ്ട്. പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പിന്നെ ഈ ഇൻകം ലിമിറ്റ് കിട്ടും. SC കാറ്റഗറിക്ക് 2 ലക്ഷത്തിന് കുറവായിരിക്കണം, പിന്നെ ST കാറ്റഗറി 2 ലക്ഷത്തിൽ കുറവായിരിക്കണം, OBCക്ക് 2 ലക്ഷത്തിൽ കുറവായിരിക്കണം, മൈനോറിറ്റിക്ക് 2 ലക്ഷത്തിൽ കുറവായിരിക്കണം എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ BA BSc BCom ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് പറ്റും. പിന്നെ CUT UGക്കും എന്ത് ചെയ്യും, ഈ ഒരു സ്കോളർഷിപ്പ് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും,
ട്യൂഷൻ ഫീ ആൻഡ് അഡ്മിഷൻ ഫീ, ഈ ഒരു പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പിൻ്റെ ഏറ്റവും ഒരു മെച്ചം എന്താ വെച്ചാൽ ട്യൂഷൻ ഫീ അല്ലെങ്കിൽ അഡ്മിഷൻ ഫീ കുറേയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സ്കോളർഷിപ്പിലൂടെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അത് മാത്രമല്ല നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ഹോസ്റ്റൽ ഫീ അടക്കമുള്ള പല കാര്യങ്ങളും ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനൊക്കെ നിങ്ങൾക്ക് എന്താണ് ഒരു സ്കോളർഷിപ്പുകൾ ഉണ്ട്. അതായത് നിങ്ങൾ CUT UG പോകുമ്പോൾ ഞാൻ പറഞ്ഞു അറൗണ്ട് 3 lakh ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു എക്സ്പെൻസ് ഉണ്ടെങ്കിൽ കൂടി നിങ്ങൾക്ക് CSSO അല്ലെങ്കിൽ പോസ്റ്റ് മെട്രിക്കോ പോലെയുള്ള സ്കോളർഷിപ്പുകളിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ഇതിൻ്റെ എക്സ്പെൻസ് കുറയ്ക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾ CUT പോലുള്ള എക്സാം എഴുതിയിട്ട് ഇത്ര എക്സ്പെൻസ് നിങ്ങൾ ചിലവാക്കിയാൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ് ആണുള്ള ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഒന്ന് ലിങ്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ 3 യൂണിവേഴ്സിറ്റീസിനെ ബേസ് ചെയ്തിട്ടുള്ള കേട്ടോ. ഇതൊക്കെ യൂണിവേഴ്സിറ്റി, അതായത് DU, അതേപോലെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി, ഈ 3 യൂണിവേഴ്സിറ്റീസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്കീം ഓഫ് ഇതാണ് ഞാൻ പറഞ്ഞത്. ബാക്കിയുള്ള യൂണിവേഴ്സിറ്റി ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ മാറ്റം വരും. എന്നാൽ ആവറേജ് 3 lakh ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു 3 കൊല്ലത്തേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കുക എന്നുള്ളൊരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി. ഒരു ആവറേജ് ആയിട്ട് ഒരു 3 lakh നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു കൊല്ലത്തേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സ്പെൻസ് വരുന്നുള്ളൊരു കാര്യം, ഒരു 3 കൊല്ലത്തേക്കും കൂടി എന്ത് ചെയ്യും, നിങ്ങൾക്ക് എക്സ്പെൻസ് വരുന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കട്ടോ. ഓക്കെ, ബാക്കി നമുക്ക് മറ്റൊരു വീഡിയോ ഡിസ്കസ് ചെയ്യാം. ഇറ്റ്സ് ബീൻ ആഫി സൈനിങ് ഓഫ്. കൂടുതൽ അപ്ഡേറ്റ്സ് ഉണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ. എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് വീണ്ടും കാണാം. ബൈ.